എല്ലാവർക്കും പെസഹ തിരുനാൾ ആശംസ അറിയിച്ചോളൂ. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണ ദിനമായിട്ട് നമ്മുടെ മനസ്സിൽ കർത്താവിൻ്റെ ക്രൂശ് അല്ലെങ്കിൽ ക്രൂശീകരണ ദിവസം ദുഃഖ വെള്ളിയാഴ്ച ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർക്കുന്നത് ചില പേരുകൾ മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ എന്ന് പറഞ്ഞാൽ പത്രോസിനെ നമ്മൾ ഓർക്കും, അതുപോലെ തന്നെ യൂദാസിനെ നമ്മൾ ഓർക്കും, യോഹന്നാനെ നമ്മൾ ഓർക്കും. അങ്ങനെ ചില 12 ശിഷ്യന്മാരിൽ ചിലരായ ആളുകളെ നമ്മൾ ഈ ക്രൂശീകരണ ദിവസങ്ങളിൽ ഓർക്കാൻ സാധ്യതയുള്ളവരാണ്, പേരുകളാണ്. പക്ഷെ നമ്മളൊക്കെയും വിട്ടുപോകുന്ന ഒരു പേരാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അധിക സമയവും ദുഃഖ വെള്ളിയാഴ്ച സമയത്ത് ഓർക്കുന്ന പേര്, ആ പേര് ശീമോൻ എന്ന പേരാണ്. കുറേനേക്കാരനായ ശീമോനെ പറ്റി വളരെ വ്യക്തമായിട്ടും കൃത്യതയോടെയും ബൈബിൾ അദ്ദേഹത്തെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവിനോടൊപ്പം 12 ശിഷ്യന്മാരെ 3 വർഷത്തോളം കാലമായിട്ട് കൂടെ ഇരുന്നവർ, കൂടെ ഭക്ഷണം കഴിച്ചവർ, എപ്പോഴും കൂടെ ഉണ്ടായിരുന്നവർ പോലും കർത്താവിൻ്റെ കുരിശ് ചുമക്കുവാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കുറേനേക്കാരനായ ശീമോനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം 1200ഓളം കിലോമീറ്റർ ദൂരം നടന്നു വന്ന് പെസഹ പെരുന്നാളിൽ പങ്കെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ തിരുനാളിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ആളാണ് ഈ കുറേനേക്കാരനായ ശീമോൻ. അദ്ദേഹം ആ ആഘോഷത്തിന് വരുവാൻ വേണ്ടി യാത്രാവേളയിലാണ് ഇങ്ങനെ ഒരു കൂട്ടം അല്ലെങ്കിൽ ജനസംഘം അല്ലെങ്കിൽ കുരിശുമായി ചുമക്കുന്ന ഒരു വ്യക്തിയെ ആദ്യമായിട്ട് അദ്ദേഹം കാണുന്നു. അപ്പോൾ പട്ടാളക്കാർ ഒരുപക്ഷെ കൂടെ ഉണ്ടായിരുന്ന ഒരാളിനെ അധികാരമായിട്ട് ഈ കുരിശ് അല്പനേരം ചുമക്കുവാൻ വേണ്ടി വിളിക്കാമായിരുന്നു. ആരെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം യേശുവിനോടൊപ്പം നടന്ന 12 ശിഷ്യന്മാരിൽ ഒരാളെ വിളിച്ച് നീയും ഈ കുരിശ് ചുമക്കുന്നതിൽ പങ്കാളിയാകൂ എന്ന് പറയുവാൻ പട്ടാളക്കാർക്ക് സാധ്യമായിരുന്നു. അതൊന്നും ചെയ്യാതെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഇടപെടൽ അവിടെ നടന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ റോഡിലെ ഈ കുരിശ് ചുമന്നുകൊണ്ടുള്ള യാത്രയിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് പറയുന്ന ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ ആ നിയമത്തെ അവർക്ക് വലിയ കുരുക്കൊന്നും ഉണ്ടാകാതെ ആ യാത്ര ശുഭകരമാക്കണം എന്നുള്ള പശ്ചാത്തലത്തിലാണ് കർത്താവിൻ്റെ ആ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്ന ആ വേളയിൽ ഒരു സഹായി എന്നവണ്ണം ആ യാത്ര ഒന്ന് സുഖമാക്കുവാൻ വേണ്ടി പട്ടാളക്കാർ തിരഞ്ഞെടുത്തത് ആ സമയത്ത് പെട്ടെന്ന് വന്ന അന്യദേശത്തുകാരനായ ശീമോനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അത് ശീമോൻ ഇങ്ങനെ തരൂ, ഞാനിത് കുറച്ചു നേരം ചുമന്നുകൊള്ളാം എന്ന് അങ്ങോട്ട് സന്തോഷമായിട്ട് സ്വീകരിച്ച കുരിശല്ല, അദ്ദേഹത്തിന് യാദൃശികമായിട്ട് പട്ടാളക്കാർ ഏൽപ്പിച്ചതാണ്. അപ്പോൾ കർത്താവിനോടൊപ്പം നിന്നുകൊണ്ട് കർത്താവിൻ്റെ കുരിശ് ചുമക്കുമ്പോൾ കർത്താവിൻ്റെ വേർവയുടെയും കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ഉതിർത്ത രക്തത്തിൻ്റെയും ആ പാടുകൾ അല്ലെങ്കിൽ രക്തവും വേർപ്പും ഈ ശീമോൻ്റെ ശരീരത്തിൽ പതിച്ചിട്ടുണ്ടാകണം എന്ന് നമുക്ക് മനസ്സിലാക്കാം, പതിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ദൈവപുത്രൻ ചുമന്ന ആ കുരിശ് ചുമക്കുവാൻ ഭാഗ്യം ലഭിച്ചത് ശീമോൻ എന്ന് പറയുന്ന ആ മനുഷ്യനായിരുന്നു. ഇത് ഞാൻ ഇന്ന് പറയുവാൻ കാരണം, പലപ്പോഴും നമ്മൾ സന്തോഷത്തോടെയും നല്ല 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 ആലോചനയോടും ഒക്കെ ചില കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കും. അത് നമുക്ക് സന്തോഷം തരുന്നതാണ്. എന്നാൽ ചില കുരിശുകൾ നമുക്ക് ചുമക്കുവാൻ അത് സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ ആ കുരിശ് ചുമക്കുന്നതിന് ഞാനിവിടെ പങ്കാളിയാകട്ടെ എന്ന് ചോദിച്ച് മുന്നോട്ട് വരുവാൻ ആരും തയ്യാറാകാത്ത ഒരു കാലഘട്ടമാണ് ഇത്. ഇന്ന് നിർബന്ധപൂർവ്വം ശീമോനെ നിർബന്ധപൂർവ്വം കുരിശ് ചുമപ്പിച്ചപ്പോൾ നിർബന്ധപൂർവ്വം നമ്മളിലും ആ കുരിശ് പോലെ തന്നെ രോഗം, മറ്റുള്ളവരിൽ നിന്നുള്ള പീഡനങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. അത് നമ്മൾ സ്വീകരിക്കുന്നതല്ല, നമ്മൾ ചോദിച്ചു വാങ്ങുന്നതല്ല. രോഗങ്ങളൊന്നും ഈ ഭൂമിയിൽ ആരും ഒരു മനുഷ്യർക്ക് ചോദിച്ചു വാങ്ങുന്നില്ല. അതേപോലെ ഈ കുരിശ് ചുമക്കുന്നതിനും ശീമോൻ ഈ കുരിശ് ചോദിച്ചു വാങ്ങിയതല്ല. അത് ഈ രോഗങ്ങളോ ദുഃഖങ്ങളോ വരുന്നത് നമ്മളൊന്നും ഇഷ്ടപ്പെടാതാണ്. പക്ഷെങ്കിൽ ആ രോഗങ്ങളും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ ആ കുരിശ് ചുമന്ന ശീമോൻ പത്രോസ് പിന്നീട് ശീമോൻ എന്തായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ശീമോന്റെ രണ്ട് മക്കളും പിന്നീട് ക്രിസ്തുവിനെ സ്വീകരിക്കുകയും സുവിശേഷം അറിയിക്കുകയും അവര് ക്രിസ്തു എന്ന ദൈവപുത്രനിലേക്ക് അടുക്കുകയും ചെയ്തതായിട്ട് രേഖകളുണ്ട്. അപ്പോൾ കർത്താവിന്റെ കുരിശ് യാദൃശികമായിട്ട് നിർബന്ധപൂർവ്വം മറ്റുള്ളവർ നിർബന്ധിച്ച് ചുമക്കാനിടയായ ശീമോന് സംഭവിച്ച ആ ഒരു സൗഭാഗ്യം, ആ കുരിശ് ചുമന്നതുകൊണ്ട് മാത്രമാണ് ശീമോൻ ആ സൗഭാഗ്യത്തിലേക്ക് കടന്നത് എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പെസഹ ദിവസത്തിൽ കർത്താവ് പകർന്നു നൽകിയ ആ അപ്പവും വീഞ്ഞും അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിച്ച് നമ്മുടെ ജീവിതവും ആ ജീവിതം ശോഭനമാക്കി തീർക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ സൗഭാഗ്യങ്ങൾ, അതിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ പെസഹ ഓരോരുത്തരും ആചരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിലുള്ള കുരിശ് ചുമന്ന കർത്താവിനെ ആ കുരിശിൻ്റെ ഒരു പങ്ക് അല്ലെങ്കിൽ ആ കുരിശിൻ്റെ ഒരു ഭാഗം താങ്ങുവാൻ ഒന്ന് പിടിക്കുവാൻ ഞാനും തയ്യാറാണ് എന്ന് മുന്നോട്ട് വന്ന് അറിയിക്കുവാൻ, അല്ലെങ്കിൽ മുന്നോട്ട് വന്ന് അത് സ്വീകരിക്കുവാൻ തക്ക മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ആ ക്രൂശിൻ്റെ വഴിയിലൂടെ ദൈവം നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.